ഓം. ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ അവരിത് കേൾക്കുക. കേട്ടാൽ അവർക്ക് ആ ലക്ഷ്യസ്ഥാനത്തെത്താം. ആ വഴിയാണ് പറയാൻ പോകുന്നത്. കേട്ടുകൊള്ളുക. എല്ലാവർക്കും എല്ലാത്തിനും നേരമുണ്ട്. ഭക്ഷണം കഴിക്കാനും നേരമുണ്ട്, ഉറങ്ങാനും നേരമുണ്ട്. അതിന് മാത്രം നേരമില്ല. ഈശ്വരന് ദൈവത്തിനെ കണ്ടെത്താൻ നേരമില്ല. 24 മണിക്കൂറും അതിൻ്റെ പുറകെ പോകാൻ പറഞ്ഞില്ല ഞാൻ. 23 മണിക്കൂർ ജോലി ചെയ്യുക. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജോലി ചെയ്യുക. 23 മണിക്കൂർ എൻ്റെ ഉറക്കം അതിനകത്താവും. ശരി, 1 മണിക്കൂർ അതിനു വേണ്ടി മാറ്റിവെക്കുക. എൻ്റെ ആത്മശാന്തിക്ക് 1 മണിക്കൂർ നിനക്ക് ഈ ഭൂമിയിൽ നിനക്ക് നേരമില്ലെങ്കിൽ നിൻ്റെ ആത്മശാന്തിക്ക്, അവനവൻ്റെ ശാന്തിക്ക് നേരമില്ലെങ്കിൽ നീ ഈ ഭൂമി വന്നിട്ട് എന്ത് നേടി? എന്തൊക്കെയോ നമ്മൾ ചെയ്തു, പക്ഷെ നമുക്ക് നേരേണ്ടത് നേടിയതുമില്ല. എല്ലാത്തിനും നേരമുണ്ട്. 1 മണിക്കൂറിന് ധ്യാനിക്കുക. പറ്റുമോ? അതും ബ്രഹ്മമുഹൂർത്തത്തിൽ നിന്ന് ധ്യാനിക്കണം. അതാ പറഞ്ഞു വരുന്നത്. ഒറ്റ മാർഗമേ ഉള്ളൂ. ആ വഴി കൂടെ പോകണം. 4 വേദങ്ങളോ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇത് കാണാതെ പഠിച്ചതുകൊണ്ട് ഈശ്വരനെ കണ്ടെത്താൻ പറ്റത്തില്ല. ഇനി 6 ശാസ്ത്രങ്ങൾ: ജ്യോതിശാസ്ത്രം, തത്വശാസ്ത്രം, ഗണിതശാസ്ത്രം, വൈദ്യശാസ്ത്രം, ജീവശാസ്ത്രം, സംഗീതശാസ്ത്രം. ഇതും കാണാതെ പഠിച്ച് കണ്ടെത്താൻ പറ്റത്തില്ല. ഈ 6 ശാസ്ത്രങ്ങളും 4 വേദങ്ങളും രാവണൻ്റെ ഒറ്റ തലയിലുണ്ട്. നമ്മൾ പറയും 10 തലയുള്ള രാവണനാണ്. അദ്ദേഹം മഹാപണ്ഡിതനാണ്. ഈ 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ഒറ്റ തലയിലുണ്ട്. 10 തലയാണെന്ന് ഭൗതികമായിട്ട് നമ്മൾ പറയല്ല, ആന്തരികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. അതാ കാര്യം. ശരി, ഇതും പഠിച്ചതുകൊണ്ട് ഈശ്വരനെ കണ്ടെത്താൻ പറ്റില്ല. ഒരാൾക്കൊരു ശാസ്ത്രമേ പഠിക്കാൻ പറ്റൂ. ഗണിതമാണെങ്കിൽ ഗണിതം, വൈദ്യനാണെങ്കിൽ ജ്യോതിഷമാണെങ്കിൽ ഏതെങ്കിലും ഒന്നേ പഠിക്കാൻ പറ്റും. 6ഉം പഠിച്ച് ഈശ്വരനെ കണ്ടെത്താൻ പറ്റത്തില്ല. 18 പുരാണങ്ങളുണ്ട്. സ്കന്ദപുരാണം, ശിവപുരാണം, ബ്രഹ്മപുരാണം, ഗരുഡപുരാണം, വിഷ്ണുപുരാണം, നാരദപുരാണം, പത്മപുരാണം, മാർക്കണ്ഡേയ പുരാണം, മത്സ്യപുരാണം, കൂർമ്മപുരാണം, വാമനപുരാണം, ശ്രീമദ് ഭാഗവതം. ഇതെല്ലാം കാണാതെ പഠിച്ചതുകൊണ്ട് ഈശ്വരനെ കണ്ടെത്താൻ പറ്റത്തില്ല. അപ്പം ഇത് പഠിച്ചതുകൊണ്ട് എന്താ നേട്ടം? ഈശ്വരനെ കണ്ടെത്തണമെങ്കിൽ ഇത് പഠിച്ചിട്ട് കാര്യമില്ല. ഇത് 10 ജന്മം എടുത്താൽ കൂടെ ഇത് പഠിച്ചു തരാൻ പറ്റത്തില്ല. ശരി, 108 ഉപനിഷത്തുക്കളുണ്ട്. 108 ഉപനിഷത്തിൽ 10 ഉപനിഷത്ത് വളരെ നല്ലതാണ്, വളരെ സുന്ദരമാണ്. കേനോപനിഷത്ത്, ചാന്തോക്യോപനിഷത്ത്, കഠോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, പ്രശ്നോപനിഷത്ത്, ഐതരണ്യോപനിഷത്ത്, ഈശാവാസ്യോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത്, ശ്വേതാശ്വേതോപനിഷത്ത്. ഇതെല്ലാം കാണാതെ പഠിച്ചതുകൊണ്ടും ഈശ്വരനെ കണ്ടെത്താൻ പറ്റത്തില്ല. പൂജ ചെയ്ത് ജപിച്ച് പ്രാർത്ഥിച്ച് പാരായണം ചെയ്ത് ദാനം ചെയ്ത് തീർത്ഥയാത്ര യജ്ഞം ചെയ്ത് ഹോമം ചെയ്തതുകൊണ്ടും ഈശ്വരനെ കണ്ടെത്താൻ പറ്റത്തില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് അതിനെ കണ്ടെത്താൻ പറ്റി, ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ചോദ്യം അവിടെ വരും. നിൻ്റെ മനസ്സിനെ ഏകാഗ്രതയെ കൊണ്ടുവരാത്ത കാലം വരെ ഇതിനെ കണ്ടെത്താൻ പറ്റത്തില്ല. ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ധ്യാനിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ 1 മുഹൂർത്തം 48 മിനിറ്റ്, 2.5 നാഴികയാണ് 1 മണിക്കൂർ, 2 നാഴികയാണ് 1 മുഹൂർത്തം. ഇരുന്ന് ധ്യാനിക്കുക. ധ്യാനിച്ചാൽ നിൻ്റെ മനസ്സിനെ ഏകാഗ്രതയെ കൊണ്ടുവരണം. മനുഷ്യൻ്റെ മനസ്സ് ഒരു കുരങ്ങിനെ പോലെ ഒരു മരം ചാടി അടുത്ത മരം ചാടി അത് പോവും. അതുപോലെ മനുഷ്യൻ്റെ മനസ്സ് ഒരു ചിന്ത അടുത്ത ചിന്തയായിട്ട് ഇങ്ങനെ പോവും. ഈ ചിന്തയെ ആര് പിടിച്ചൊരു സ്ഥലത്ത് കൊണ്ടുവരുന്നു, അവന് അതിനെ വർഷങ്ങളെടുക്കും. അത് എളുപ്പമുള്ള കാര്യമൊന്നും അല്ലത്. കൂടാതെ അടുത്തത്, എൻ്റെ വീട്ടിൽ തെങ്ങുണ്ട്, തെങ്ങിൽ തേങ്ങയുണ്ട്, എനിക്ക് തേങ്ങ വേണം. ചുറ്റുവട്ടം തെങ്ങ് കയറുന്ന ആരുമില്ല, എനിക്ക് തേങ്ങ വേണം. എന്നെക്കൊണ്ട് തേങ്ങ കയറാനും പറ്റത്തില്ല. തെങ്ങിൽ എവിടെ ചെന്ന് തേങ്ങ വേണമെന്ന് പറഞ്ഞാൽ തേങ്ങ കിട്ടുമോ? കിട്ടത്തില്ല. ഒരു 10-100 ദിവസം ഒന്ന് തെങ്ങ കയറാൻ ശ്രമിച്ചാൽ എനിക്ക് കയറാൻ പറ്റും. അതാണ് ധ്യാനം. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക, വർഷങ്ങളെടുക്കും. അതും രാവിലെ 4:30 മണി മുതൽ 5:00 മണി വരെ ഒന്ന് ധ്യാനിക്കണം. ഇത് ആര് ചെയ്യുന്നു അവന് കാണാൻ പറ്റും. അല്ലാതെ ആരുടെ പുറകെ പോയിട്ടും കാര്യമില്ല. ഒറ്റ വഴിയുള്ള ആ വഴി കൂടെ പോകണം. കൂടാതെ അടുത്തൊരു രണ്ട് ഉദാഹരണങ്ങളുണ്ട്. അതിനെ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ സമുദ്രം കടൽ കാണാൻ പോയി, കടൽ കണ്ടു കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് നടക്കത്തില്ല. ധ്യാനിച്ച് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞ് ധ്യാനം നിർത്തിക്കോണം.
കൂടാതെ മൂന്നാമത്തെ ഒരു ഉദാഹരണം കൂടെ. ഒത്തിരി പുരോഹിതന്മാരുണ്ട് ഇവിടെ, എല്ലാ മതത്തിലും ഉണ്ട്. ഇവർ പറയുന്നത് നമ്മളങ്ങ് ചെയ്യും. നമ്മളൊരു ആത്മശാന്തിക്ക് നമ്മൾ ചെയ്യുന്നതാണ്. അവർ സത്യം അവർക്ക് വേണ്ടത് കാശാണ്, പിന്നെ പണം, പിന്നെ സ്ഥാനമാനങ്ങൾ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തു. സത്യം പറഞ്ഞു കൊടുക്കാൻ അറിയത്തുമില്ല. സത്യം ജനങ്ങൾക്ക് അറിയണമെന്ന് തന്നെ, പക്ഷെ സത്യം പറഞ്ഞു കൊടുത്താൽ അതുപോലെ പോകത്തുമില്ല. ഇതാ കാര്യം. സത്യം ഇതുപോലെ ചെയ്താൽ അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും. മനസ്സിനെ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ആര് കൊണ്ടുവരുന്നോ അവർക്കതിനെ കണ്ടെത്താൻ പറ്റും. വേറൊരു മാർഗമേ ഇല്ല. ഇതിന് ആളുടെ പുറകെ പോയിട്ടും കാര്യമില്ല. ഇതാണ് അതിൻ്റെ സത്യം. ഇതാണ് സത്യം. ഈ സത്യത്തിൽ കൂടെ അറിയണമെങ്കിൽ ഒറ്റ മാർഗം, അത് ധ്യാനിക്കുക. ഏകാഗ്രത കൊണ്ടുവരും മനസ്സിനെ. അത് ധ്യാനിക്കേണ്ട എങ്ങനെയാണെന്ന് കൂടെ പറഞ്ഞുതരാം. ഇഷ്ടദേവത ശിവനായിരിക്കാം. ശിവൻ്റെ ധ്യാനമന്ത്രം ചൊല്ലുക, മനസ്സിൽ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഓം ശിവം ശിവകരം ശാന്തം പ്രണതോസ്മി സദാശിവം. ഈ ശാന്തി മന്ത്രം ശിവൻ്റെ മഹാദേവൻ്റെ ശാന്തി മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇഷ്ടദേവത ദേവിയായിരിക്കാം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ഗൗരി നാരായണി നമസ്തുതേ. ശരി, മൂന്നാമത്തെ വിഷ്ണു ആയിരിക്കാം. ആ രൂപത്തെ മനസ്സിൽ കൊണ്ടുപോയി, ഇഷ്ടദേവത രൂപത്തെ മനസ്സിൽ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് അതിൻ്റെ ധ്യാനമന്ത്രം ചൊല്ലണം. ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം കമലനയനം യോഗഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയകരം. ഇത് ചൊല്ലിക്കോണ്ടിരിക്കും. അപ്പം ഇത് നമ്മൾ അങ്ങോട്ട് എത്തില്ലല്ലോ എന്ന് പറഞ്ഞുതരാം. ഒരു തേങ്ങ പൊട്ടി, ഉദാഹരണം പറയുക. ഒരു തേങ്ങ പൊട്ടിക്കുന്നു, 10 അടി അടിച്ച് 11 അടിക്ക് പൊട്ടി. 10 അടി ആദ്യത്തെ അടിക്ക് പൊട്ടിയിട്ടില്ല, രണ്ടാമത് അത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ അറിയുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്നുകൊണ്ടിരിക്കും. അതിൽ ചെന്ന് ദർശനം തരും. അത് 100%. ഇത് അനുഭവസ്ഥനായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തരാൻ പോലും അറിയൂ. നമസ്തേ.